ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസിൽ നമ്മൾ ഇപ്പോൾ ദാസാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കയറി വന്നതാണ് ജയചന്ദ്രൻ സാറിൻ്റെ വോയിസ്. നമ്മൾ രണ്ട് തരത്തിൽ അതിനെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട്. അത് ഒരിക്കലും മായാത്ത രണ്ട് ശബ്ദങ്ങളാണ്. അഴകെ എന്ന് പറയുന്ന പാട്ടിൽ സാർ ഉപയോഗിക്കുമ്പോൾ കസ്തൂരിമാനിൽ ആ ഒരു വോയിസ് അതല്ലായിരുന്നുവെങ്കിൽ ആ പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും എനിക്ക് ആസ്വദിക്കാൻ പറ്റും തോന്നുന്നില്ല. അതിലെ ഒരു പോർഷനുള്ള ഈ ജയേട്ടൻ്റെ പ്രത്യേകത ഇപ്പം ഇതിൽ എൻ്റെ അനുപല്ലവിയാണ്. മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണ മേഘം വേഴാമ്പൽ ഞാൻ ദാഹിച്ചുലയുമ്പോൾ മഴയായി നീ നിറഞ്ഞു പെയ്തു എന്ന് കവിയുടെ സങ്കല്പം. മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം വേഴാമ്പൽ ഞാൻ ഇങ്ങനെ പാടും. പക്ഷെ ജേട്ടൻ ഇങ്ങനെയല്ല പാടുക. മുകിലാണ് ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം. ഞാൻ പാടുമ്പോൾ ഈ സങ്കടം വരുമ്പോൾ അതിനൊരു ഭംഗിയോറുണ്ട്. പക്ഷെ ചേട്ടൻ ആ സങ്കടം ഫീല് വരുമ്പോൾ എന്തൊരു, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ച് നമുക്ക് കാണിച്ചു. അതേമാതിരിയാണ് ആ പാട്ട്. ഇതേപോലെ എല്ലാ പാട്ടുകളും, എന്തോരം പാട്ടുകൾ. ഓ, ശിവന്റെ എൻ്റെ ഒരു പാട്ടുണ്ട്. മൂന്നാമതൊരാൾ സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ. അതാ സായം എന്നൊക്കെ പറയുമ്പോൾ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള ആ ദുഃഖത്തിൻ്റെ നനവെന്ന് ശിവു ഗംഭീരായിട്ട് എഴുതിയിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ നനവാണ്, നിറമല്ല, നനവ്. ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരിയാണ് നഷ്ടപ്പെടാതിരിക്കാനായി കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചോട്ടെ നിന്നെ. പറയുന്ന കാര്യമാണ്, കൈകൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ചോട്ടെ എന്നേ പറയുന്നത്. പക്ഷെ അത് ഞാനിപ്പോൾ ഈ പാടി പോലല്ല, ഈ പാട്ട് ചേട്ടൻ പാടുന്ന കേട്ട് നോക്കണം. എന്തൊരു ഫീലാണെന്ന് പറയുന്നത്. ഇതെനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്. അന്ന് ഈ ഒരു വലിയ പുലി സംവിധായകനുണ്ട്, ഭദ്രൻ, പടിയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ സമയം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, ചിലപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് പറഞ്ഞത്. ഞാനിത് കാറിൽ പാട്ടിട്ടു, സൈലൻ്റായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് വിങ്ങി പൊട്ടി അങ്ങോട്ട് കരയാണ്. അതിലൊരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, ചേട്ടൻ ഒരുപാട് പാട്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടൊന്നുമില്ല. ഒരുപാട് അവസരങ്ങളും കമ്പാരിറ്റീവ്ലി ചേട്ടന് കിട്ടിയിട്ടില്ല. പക്ഷെ ആ മനുഷ്യന് എന്താണ് പാടി വെച്ചിരിക്കുന്നത് ആ പാട്ട്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരുപാട് അവസരം കിട്ടാത്ത ഒരാൾ, നിറയെ അവസരം കിട്ടിയിട്ടുണ്ട് പണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പിന്നെയുള്ള ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ അധികം പാട്ടുകളില്ല. ആ സമയത്ത് ആരോ ഒരുത്തൻ സംവിധാനം ചെയ്യുന്ന വി കെ പ്രകാശ്, ജയേട്ടൻ്റെ വലിയ ഫാൻ, അതും കൂടി ഒരു കാരണമാണ് ജയേട്ടനെ. അല്ലെങ്കിൽ നോർമലി നമ്മൾ ചിലപ്പോൾ ചേട്ടനെ വിളിച്ചെന്നിരിക്കില്ല, നമ്മൾക്ക് അങ്ങനെയുള്ളൊരു ഹോൾഡൊന്നും ഇല്ലല്ലോ. ഡയറക്ടർ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ വന്ന് അങ്ങോട്ട് പാടിത്തകർന്നു. ഇതെല്ലാം കൂടി ആകുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നി കാണണം അദ്ദേഹത്തിന്. അല്ല, തീർച്ചയായിട്ടും കുറ്റബോധം അല്ല ഞാൻ പറയുന്നത്. എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് ആ പാട്ട്. ഞാൻ ഇത്രയും വാചാലമായത് ഞാനത് അനുഭവിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഫീല്. പിന്നീട് എനിക്കും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ പാട്ട്. അല്ല, അങ്ങനത്തെ എല്ലാ പാട്ടുകളും കേട്ടോ, ഒരുപാട് പാട്ടുണ്ട് അങ്ങനെ പാടിയിട്ടുണ്ട്. കാതോട് കാതോരത്തിലെ പാട്ട് കുഞ്ചാക്കോ ഉപയോഗിക്കുമ്പോഴും കുഞ്ചാക്കോയ്ക്ക് സാർ ഒത്തിരി പാട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ചാക്കോയെ ഇത്രയും സ്റ്റാർ ആക്കിയതിൽ സാറിന്റെ പാട്ടുകൾക്ക് ഒരു പങ്കുണ്ട്. അത് കുഞ്ചാക്കോ ജനിച്ചത് തന്നെ അനീതി പ്രാവിലൂടെയാണ്. അതെ അല്ലേ? അതെ. അതിൽ ഒരു രാജമല്ലി ഇപ്പോഴും നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു എന്താ പറയാ, ഒരു ന്യൂജൻ പാട്ടായിരുന്നു. ഇല്ലെങ്കിൽ ന്യൂജൻ ബൈക്കൊക്കെ അതിനകത്ത് ഒരു രാജമല്ലി. അതിന്റെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ന്യൂജൻ പാട്ടാണ്, ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ ന്യൂജൻ ആണത്. ഇന്നത്തെ കാലത്തും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓർക്കസ്ട്രേഷൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് തവലയും വെച്ച് വായിക്കാവുന്നതാണല്ലോ ആ പാട്ട്. എന്താ കുഴപ്പം? നല്ലൊരു ട്യൂണ്, നല്ല ലിറിക്സാണ്. ഒരു തത്താരീരി, അത്
തത്ത കക്ക് തിക്ക് തിക്ക് തിങ്ക് തിക്ക് തിങ്ക് തിങ്ക് തിക്ക് തിങ്ക് തിങ്ക് തിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ടോണിൽ കീബോർഡിൽ വായിച്ചിരിക്കുക. അപ്പം അത് പക്ഷേ അത് ഓഫ് കോഴ്സ് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. അത് ഐ എം സോ ലക്കി. അതിനെ പടം കൂടി സപ്പോർട്ട് ചെയ്തു. നല്ലൊരു പടം വന്നു. അതിൽ നല്ല പിക്ചറൈസേഷൻ, ഫാസിൽ സാറിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് എല്ലാം കൂടിയായപ്പോൾ അത് തകർത്തു. ഓപ്രിയയും ഹിറ്റാണ്. ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ ഫീൽ ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പടം ഹിറ്റാക്കിയത് ഓപ്രിയയാണ്. ഓപ്രിയ വാസ് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അന്ന് ഒരു രാജമല്ലി അത്ര അങ്ങോട്ട് ആയിട്ടില്ല. കാരണം അന്ന് ആ ഒരു മെലഡിയും അവരുടെ പടത്തിന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്രിയയാണ്. കാരണം മൊത്തത്തിലൊരു വിരഹത്തിന്റെ ഫീലാണ് പടത്തിന്റെ ക്ലൈമാക്സ് വരയ്ക്കും അല്ലേ. ക്ലൈമാക്സിലാണ് സംഭവം തളിർത്തത്. അതുവരയ്ക്കും പ്രശ്നമാണ്. അതിന് ഏറ്റവും പറ്റിയ പാട്ട് ഓപ്രിയാണ്. ആ പടത്തിന്റെ കഥ നമ്മളിൽ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടൊരു വൈബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഓപ്രിയ. പക്ഷേ പിന്നീട് കാലം കഴിഞ്ഞു, പടത്തിൻ്റെ സബ്ജക്റ്റ് മാറി, ആൾക്കാരതൊക്കെ മറന്നു, പടം പഴയതായി. ഒരു രാജമല്ലി വരുന്നു. അത് ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയ ഒരു പാട്ടാണ്. ബൈക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ അതിനൊരു ഫാൻസി ഉണ്ടല്ലോ. കുറച്ച് പഴയതായാലും അതൊരു പുതിയതായിട്ട് വീണ്ടും പാടുന്നതിൻ്റെ ഒരു സുഖം. അന്നത്തെ ഒരു വലിയ സ്റ്റാറിനെ ആദ്യത്തെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് മനോഹരമായ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത് ഭയങ്കര ബിഗ് സ്റ്റാർ ആയിട്ട് മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ ഫാസിൽ സാറിന്റെ സിനിമയില് ഞാനത് ആരെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരാളെ വളർത്തിയില്ല. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഫഹദിനെ കുറിച്ചിട്ട് ഒരിക്കലും ചിന്തിച്ചില്ല. അവൻ നോക്കുമ്പോ ശരിയാണല്ലോ, ഇന്ന് സൂപ്പർ സ്റ്റാർ ആണ്. പൂവേ ഒരു മഴമുത്തം നല്ല പാട്ട്, കവിളിൽ പതിഞ്ഞു. അത് ഭയങ്കര പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. അവിടെ നല്ല എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ട്. അതിൽ വേറൊരു പാട്ടും കൂടെ ഉണ്ട് സാർ അതേപോലെ ഹിറ്റ് ആയിട്ടുള്ള വസന്തരാവിൻ കിളിവാതിൽ വിജയശാസിന്റെ തുടക്കത്തിലുള്ള പാട്ടുകളിൽ പെട്ട പാട്ടാണ്. പിന്നെ അതിൽ ഗോകുലത്തിൽ താമസിക്കും ഗോപപാലൻ എന്ന് പറഞ്ഞ പാട്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു തുണ്ടുപാട്ടാണ്. പക്ഷെ അത് ആ പാട്ട് നമ്മളതിൻ്റെ ഓർക്കസ്ട്രേഷനിലോട് കൂടിയിട്ട് അത് പാടിയിരിക്കുന്നത് കേൾക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, ഭയങ്കര സുഖം കേൾക്കാൻ. അതെ, ഈ വസന്തരാവില് തുടങ്ങിയിരിക്കുന്ന ഭയങ്കര രസമാണ്. ആ പിച്ചിങ് ഇല്ലേ, അതെനിക്ക് അതുണ്ടോ അതിന് മുമ്പ്? ആ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞ ബിറ്റ് വരും. ആ ഋതം വന്നിട്ട് വസന്തരാവിൻ എളിവാതിൽ തുറന്നതാരാണോ. ഭയങ്കര രസമുള്ളൊരു നല്ല വരികളും നല്ല ഇതാണ്. അതുപോലെ പിന്നെ പടം വിചാരിച്ച മാതിരി അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം നമ്മൾ ആ അനീതി പ്രൊവൊക്കെ കിടന്നിട്ട് ഭയങ്കര ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ട് വരുന്ന ഒരു പടമാകുമ്പോൾ ജനങ്ങളെപ്പോഴും ഒരു ചെറിയ കമ്പയർ ചെയ്ത് എവിടേക്കോ പിഴച്ചു താളം തെറ്റിയ ഒരു പടമായിരുന്നു. അല്ലെങ്കിൽ നല്ല പടമായിട്ട് വരണം. നല്ല പടമായി ഹിറ്റായിരുന്നെങ്കിൽ ഈ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. സർ, ഫെസ്റ്റിവൽ സോങ്സിലേക്ക് വരുമ്പോൾ ഷിബുചേട്ടൻ്റെ പേരാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുക. കാരണം ഈ തീരം തേടുവോളവും പിച്ചകപ്പൂവും കാവുകൾക്കപ്പുറം, അതേപോലെ അതിൽ തന്നെ അന്തിപ്പൊൻവട്ടം, ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒത്തിരി പാട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ചിരിക്കാത്ത കക്കക്കറുന്തിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ കരൽ കണ്ടു. അത് ഭയങ്കര അതിൻ്റെ ഒരു താളമല്ലേ, അങ്ങനെ പോകുന്നില്ലേ. ഇത് മേക്ക് ചെയ്യുമ്പോൾ സമയത്ത് സാറിൻ്റെ ഉള്ളിൽ ഇതേ തരത്തിലുള്ള ഹർഷമായിരിക്കും. നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴും ആഗ്രഹിച്ച് ഇങ്ങനെ പാടില്ലേ, അതേ ഹർഷം സാറിന് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാക്കണ നേരത്തെ ഉണ്ടാവില്ല. ഉണ്ടാക്കണ നേരത്തെ നമ്മളെങ്ങനെ മറ്റുള്ളവരെ അത് ഇതുണ്ടാക്കണം, മറ്റുള്ളവരിൽ എങ്ങനെ അത് ചലനം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് കേൾക്കുമല്ലോ റീപ്ലേ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഭയങ്കരമായിട്ട്
കുറച്ച് ദിവസം അത് തന്നെ കേട്ടുകൊണ്ടിരിക്കും ഹെഡ്ഫോണിലാണ്. വാക്ക്മാനിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇത് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. പിന്നെ അത് മറക്കും കുറച്ച് കഴിയുമ്പോൾ. ഈ പ്രിയദർശൻ സാറ് പിന്നെ ഈ ഷിബു ചേട്ടൻ ഒരു കോംബോ ഉണ്ട്, ഔസേപ്പച്ചൻ സാറ്. ആ പടങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു രസമാണ്, ഒരു ഇളക്കം ഉണ്ടാവണം ഈ പാട്ടുകൾക്കൊക്കെ ഇന്നുണ്ട്. ഇപ്പൊ അതിന്റെ സിറ്റുവേഷൻസ് പറയുമ്പോൾ തന്നെ ഒരു മെലഡിയും ഉണ്ടാവും. പ്രിയദർശൻ സാർ ഭയങ്കരമായിട്ട് പാട്ടുകളെ ആസ്വദിക്കാൻ കൺസീവ് ചെയ്യുന്ന ഒരാളാണ്. അതിന് ഭയങ്കരമായിട്ട് സജഷൻസ് പുഷ് ചെയ്ത് തന്നെ ചിലപ്പോൾ ചില സജഷൻസ് വരും, ചിലപ്പോൾ ചില റെഫറൻസ് വരും. ആ ഒരു കോംബോ ഇല്ലേ, കോംബോയിൽ കുറേ പാട്ടുകളുണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് പറയൂ സാർ. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വന്ദനം, മറ്റേ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, പിന്നെ മുത്തശ്ശി കഥ, മേഘം ചെയ്തിട്ടുണ്ട്, അക്കരെ ചെയ്തു. അക്കരയിലാണ് കുറച്ച് ജിബ്രിഷ് പോലെ സാധനങ്ങൾ. അത് ശരിക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു അല്ലേ സാർ അത് എടുത്തത്? അത് ഇൻസ്പയറിംഗ് ആകുന്നില്ല. അന്ന് ബേസ് ഗിറ്റാറിസ്റ്റാ അത് പാടിയ ആള്. അത് ഹീസ് ഒറിജിനൽ കെനിയൻ, ജോജോ എന്ന് പറയും. അപ്പോൾ ജോജോ എൻ്റെ കൂടെ അന്ന് ഗിറ്റാർ വായിച്ചിരുന്ന എൻ്റെ കൂടെ എൻ്റെ വെരി ഗുഡ് ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ അത്രയും അടുപ്പ്. കാരണം എൻ്റെ ആദ്യകാലത്തെ കാതോരം തൊട്ട് എൻ്റെ കൂടെ കമ്പോസിങ്ങിന് ഗിറ്റാറിസ്റ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോൺ ആൻ്റണി എന്ന് പറയും. വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഇൻ ഇന്ത്യ. ബേസ് ഗിറ്റാർ വായിക്കുന്ന ജോജോ ഉണ്ട്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ ഇത് ആരും പറഞ്ഞൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണം. ഇതുവരെയല്ല ഞാൻ ഏതാണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഞാൻ പാടി. അപ്പൊ നല്ല രസമാണ് സൗണ്ടിങ്. ഇപ്പൊ ഇങ്ങനെയല്ല, ഇതിപ്പോ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ അറിയാവുന്നതുകൊണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ച് തെറ്റിപ്പാടുന്നതാണ്. അങ്ങനെ ഒരു സാധനം പാടി. അപ്പൊ അത് പ്രിയന് വലിയ ഇഷ്ടമായി. ഇത് കൊള്ളാം. അപ്പൊ ഇത് നമുക്ക് ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് ഡിഫറെൻ്റ് ഒരാളെ അങ്ങനെ ഇപ്പോൾ മുമ്പിൽ ആളിരിക്കുന്നുണ്ട്, ഇത് ബേസ് ഗിറ്റാർ. പുള്ളിയുടെ ഇതിന് നീ വല്ല വരികളും നിങ്ങളുടെ ഭാഷയിലേക്ക് there is a meaning for that. It's not വെറും ജിബ്രീഷ് അല്ല അത്, ഒറിജിനൽ മീനിങ് ഉള്ളതാണ്. അതിന് അർത്ഥമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടി കിട്ടും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ജോജോനോട് ചോദിക്കണം, അയാൾ പറ്റും പോയി. അപ്പൊ ജോജോ അത് ഉണ്ടാക്കി പാടി. അത് പ്രിയന് ഭയങ്കര ഇഷ്ടമായി. പുള്ളീനെ തന്നെ വെച്ചിട്ട് അത് പിക്ചറൈസ് ചെയ്തു, വിഷ്വൽ ചെയ്ത് പുള്ളിയാണ് അത് പാടുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യവനകഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന് പറയുന്ന പാട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പം ഇത്രയും താളമുള്ള രസമുള്ള പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ കവിളിനയിൽ പോലെയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ആൾക്കാരെ രസിപ്പിക്കുന്ന പാട്ട് ഉണ്ടാക്കുമ്പോഴും ഈ യവനകഥയിൽ ഒരുപാട് കാലം എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് അത്രയും നന്നാവാനുള്ള കാരണം എന്താണെന്ന് അത് നന്നായി പോയി. നമ്മുടെ കയ്യിലല്ലല്ലോ അത്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു വിധി അതാണ്. പിന്നെ ഷിബു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ചർച്ചയുണ്ടല്ലോ, ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബുവിൻ്റെ കൂടെ ഷിബുവിൻ്റെ വരികളിലേക്ക് ഞാനും വളരെയധികം ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അതേപോലെ എൻ്റെ ട്യൂണിലും ഷിബുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് വരും. അങ്ങനെയുള്ള ഒരു രണ്ടുപേരും തമ്മിലുള്ളൊരു എന്താ പറയുക, ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇത് വരുന്നത്. ആൻഡ് അത് വളരെ സ്നേഹബന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നല്ലത് പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആ പാട്ടുകളൊക്കെ നന്നായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭദ്രൻ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒളിമ്പ്യൻ അന്തോണിയാത്തിൽ ഏയ് ചുമ്മാ ചുമ്മാ കരയാതടോ എന്ന് പറയുന്ന ഒരു സാധനോട് സിമ്പിളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഭദ്രൻ സാറിൻ്റെ തന്നെ സജഷൻ ആയിരിക്കും അല്ലേ, അങ്ങനെ തുടങ്ങിയാൽ മതി എന്നുള്ളത്? ഒരു സജഷനും ഇല്ല, ഒറ്റ സജഷൻ ഉണ്ടായിരുന്നു. വർത്താനം പറയുന്ന പോലെ ഒരു പാട്ട് വേണം. ആശ്വസിപ്പിക്കുന്ന പോലെ കരയല്ലേട്ടാ, എന്തിനേ കരയുന്നേ മോളെ, നീ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ട്യൂണായിട്ട് പാട്ടായിട്ട് അത് വലിയ കാര്യമായിട്ട് ഒരു പാട്ടിൻ്റെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കും മറ്റേ ഗിരീഷിനും. എന്തെഴുതുക ഇപ്പം ഇങ്ങേരെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ളൂ, ഒരു ഭയങ്കര പുലിയാണ്. പാട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളെ ശരിക്കും പിടിക്കും, കുടഞ്ഞിടും നമ്മൾ. അപ്പം അത് കേട്ടിട്ടാണ് ഗിരീഷ് വന്നിരിക്കുന്നത്. പുലിമടയിലേക്കാണല്ലോ നമ്മൾ കയറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മുറുക്കാനൊക്കെ മുറുക്കി ഹ്യൂമറസ് ആയിട്ട് പുള്ളി അതൊക്കെ അവതരിപ്പിച്ചിട്ടാണ് വരുന്നത് തന്നെ. അതിനിടയ്ക്കാണ് ഈ ബാക്കി ആദ്യത്തെ പാട്ട് നല്ല രസമായിട്ട് പോയി. 2 പാട്ട് മറ്റേ കൊക്കിക്കുറുകയും
പിന്നെ നിലാപ്പ ഇതിലേക്ക് നന്നായിട്ട് പോയി. പക്ഷെ ഇത് ഇത്തിരി ചലഞ്ചാണ്. അങ്ങനെ പിന്നെ ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ കാഷ്വലായിട്ട് എൻ്റെ വൈഫ് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന നേരത്ത് എനിക്ക് പെട്ടെന്ന് കാറ് വന്ന് വീടിൻ്റെ മുമ്പിൽ നിർത്തി ഇറങ്ങാനായിട്ട് തോന്നുന്നത് ഒരു സെക്കൻഡ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞ മുതൽ ഹേയ് ഹേയ് ചുമ്മാ ചുമ്മാ കരയാതെടോ തഞ്ചി കൊഞ്ചിച്ചിരിക്കാമെടോ ഇനി എന്തിനാണ് പിണക്കം എല്ലാം മറക്കാമെടോ. ഇത് ഞാൻ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് ദിസ് ലിറിക്സ് ഞാൻ മറിയയുടെ അടുത്ത് പാടുകയാണ്. അവളുടെ ഫേസിൽ കണ്ണീന്നൊക്കെ വെള്ളം വന്നു പെട്ടെന്ന്. ഇതിപ്പം നമുക്കറിയാം ഇത് എന്താണെന്നുള്ളത്, പാട്ടും അറിയാം, ഈ സിറ്റുവേഷനും അറിയാം. പക്ഷെ അന്ന് അത് ഇറ്റ് വാസ് എ ഷോക്കിംഗ്. അപ്പം എനിക്കിതിൽ എന്തുകൊണ്ട് ഞാൻ ഉടനെ ഡയറക്ടറെ വിളിക്കുന്നു. അപ്പോൾ ആ തുടക്കത്തിലൊക്കെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യും. ഹേയ് ഹേയ് ചുമ്മാ വർത്താനം പറയുന്ന പോലെയല്ലേ. അത് കഴിഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ ഹേയ് ഹേയ് ചുമ്മാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്താനം പറയുന്നതാണ്. കരയാതെടോ അതും കുറച്ചൊക്കെ വർത്താനമാണ്. ഹേയ് കുറച്ചും കൂടി ശബ്ദം ഉയർത്തി പറയാണ്. തഞ്ചി കൊഞ്ചി ചിരിക്കാമെടോ എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ്. പക്ഷേ അതിന് ചെറിയൊരു പിച്ചിങ് വന്നപ്പോൾ ഹേയ് ഹേയ് ചുമ്മാ ചുമ്മാ കരയാതെടോ സംഗതിക്ക് വന്നു. പാട്ട് പാടിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതൊന്നുമില്ല. തഞ്ചി കൊഞ്ചിച്ചിരിക്കാമെടോ പിന്നെ ട്യൂൺ വന്നു. ഇനി എന്ത് അതും ആ ലിറിക്സിന് ഇനി എന്തിനാണ് പിണക്കം എല്ലാം മറക്കാമെടോ. ഈ ഡിഫറെന്റ് ജോണേഴ്സിൽ പാട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ആവും. നമ്മൾ തന്നെ ഒന്ന് മാറും. ഐ ലവ് ദാറ്റ്. എനിക്ക് ഈ സ്ഥിരം ട്യൂണുകളും സ്ഥിരം പാട്ടുകൾ വരുന്നതോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഈവൺ ദ BGMs എത്ര പാട്ടുകൾ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓരോ BGM ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തുമാത്രം ആലോചിച്ച് അത് ഡിഫറെൻ്റ് ആക്കണം. അല്ലാണ്ട് വെറുതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 4 ബാർ സിത്താർ, 4 ബാർ ഫ്ലൂട്ട്, അത് കഴിഞ്ഞാൽ വീണ, അത് കഴിഞ്ഞാൽ തബലയുടെ ഒരു പെരുക്ക്, പാട്ട്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് എനിക്കിഷ്ടമേ അല്ല.